പിറ്റേന്ന് തന്നെ പരിവാരങ്ങളോടൊപ്പം വനത്തിലേക്ക് ഭരതൻ യാത്ര പുറപ്പെടുകയും ചെയ്തു. പഞ്ചവടി പരിസരത്തെത്തിയ ഭരതനെയും സംഘത്തെയും കണ്ട് അവർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വരികയാണെന്ന് തെറ്റിദ്ധരിച്ച് ലക്ഷ്മണൻ വില്ലും ശരവും കൈയിലെടുത്തു. എന്നാൽ ശ്രീരാമൻ ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു. ഭരതൻ രാമന്റെ പാദത്തിൽ നമസ്കരിച്ച് കരഞ്ഞു. കൈകേയി ചെയ്ത അപരാധത്തിന് മാപ്പപേക്ഷിച്ചു. വിധിയുടെ ചരടിലെ കളിപ്പാവകളാണ് എല്ലാ ജന്മങ്ങളും. അതിന്റെ ചരട് വലിക്കനുസരിച്ച് നീങ്ങാതെ നിവൃത്തിയില്ല. ആരും തന്നെ തെറ്റു ചെയ്യുന്നില്ല ഭരത. പ്രകൃതിയുടെ വാസനകളാൽ ബന്ധപ്പെട്ട് കർമ്മങ്ങളിൽ പെട്ടുപോകുന്നതാണ്. അപ്രതീക്ഷിതമായി ദശരഥന്റെ ആ ദുരന്തവാർത്ത രാമലക്ഷ്മണന്മാരുടെയും സീതയെയും തകർത്തു. വസിഷ്ഠമഹർഷി ആത്മതത്വോപദേശം നൽകി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പിതാവിന്റെ ശേഷക്രിയകളും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. തുടർന്ന് രാമന്റെ മെതിയടികൾ ഭരതൻ വാങ്ങി എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് വേണ്ടി ഞാൻ 14 കൊല്ലം ഭരിക്കാം. കാട്ടിലൂടെ നടക്കുകയായിരുന്ന ശൂർപ്പണഖ ശ്രീരാമനെ കാണുവാൻ ഇടയായി. രാമന്റെ ആ സൗന്ദര്യത്തിൽ ശൂർപ്പണഖ വല്ലാതെ മോഹിതയായി. രാമനെ മയക്കി വിവാഹം ചെയ്യുവാനായി അവൾ ആഗ്രഹിച്ച് അങ്ങോട്ട് ചെന്നു. രാമനെ കണ്ട് ശൂർപ്പണഖ വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ രാമൻ ലക്ഷ്മണനെ കാണിച്ച് അവനെ വിവാഹം ചെയ്തുകൊള്ളുവാൻ നിർദ്ദേശിച്ചു. എന്നാൽ ലക്ഷ്മണൻ താൻ വെറും ഒരു സേവകനാണ്, രാമൻ രാജകുമാരനാണ്, അദ്ദേഹത്തെ വിവാഹം ചെയ്തുകൊള്ളുവാൻ പറഞ്ഞു. വീണ്ടും രാമനെ കണ്ട് അഭ്യർത്ഥിച്ചപ്പോൾ താൻ വിവാഹിതനും തനിക്ക് സുന്ദരിയായ ഒരു പത്നി ഉണ്ടെന്നും പറഞ്ഞു. ഇത് കേട്ടതും കോപാകുലതയായി. ശൂർപ്പണഖ സീതയെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. ഈ നേരം ലക്ഷ്മണൻ തന്റെ കൈയിലെ ആയുധം ഉപയോഗിച്ച് ശൂർപ്പണഖയുടെ മൂക്ക് ഛേദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടിമറഞ്ഞു. അവൾ നേരെ പോയത് ലങ്ക അധിപതി രാവണന്റെ കൊട്ടാരത്തിലേക്കായിരുന്നു. ഈ സമയം രാവണൻ ശിവപൂജയിൽ ആയിരുന്നു. തിരിച്ചുവന്ന രാവണനോട് തനിക്ക് നടന്ന അനീതിയെക്കുറിച്ച് ശൂർപ്പണഖ വിവരിച്ചു. ഇത് കേട്ടതും രാവണൻ കോപാകുലനായി. രാവണ, അല്പം ക്ഷമിക്കൂ. അവർ മറ്റാരും അല്ല, അയോധ്യ രാജകുമാരന്മാർ രാമലക്ഷ്മണന്മാരാണ്. അല്പം ആലോചിച്ചു വേണം എന്തും ചെയ്യുവാൻ. എന്താണ് ആലോചിക്കേണ്ടത്? ഈ നിൽക്കുന്നത് നമ്മുടെ സഹോദരിയാണ്. അവളുടെ മൂക്കാണ് അറുക്കപ്പെട്ടത്. അത് ആരായാലും ഈ രാവണൻ വെറുതെ വിടില്ല. മന്ത്രി, ഉടനെ നമ്മുടെ പടയോട് പറയൂ, അവരെ ഇല്ലാതെയാക്കുവാൻ. ഉടനെ കാട്ടിൽ രാമലക്ഷ്മണന്മാരെ ആക്രമിക്കുവാൻ സൈന്യം കാട്ടിൽ എത്തി. സീതയെ ശ്രദ്ധിക്കുവാൻ ലക്ഷ്മണനോട് പറഞ്ഞ് രാമൻ സൈന്യത്തെ നേരിട്ടു. രാമബാണങ്ങളെ ചെറുക്കുവാൻ കഴിയാതെ പടയാളികൾ മരിച്ചു വീണു. ശേഷിച്ചവരെ രാമൻ തുരത്തി ഓടിച്ചു. ഈ വാർത്ത കേട്ട് രാവണൻ കോപം കൊണ്ട് തിളച്ചു. തന്റെ സ്നേഹിതനായ മാരീചനെ കണ്ടു നടന്ന കാര്യങ്ങൾ വിവരിച്ചു. മാരീചൻ രാമന്റെ ബലത്തെയും ദൈവിക ശക്തിയെയും കുറിച്ച് രാവണൻ അറിവ് നൽകി. രാവണൻ തൽക്കാലം മനസ്സ് മാറ്റിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി. എന്താണ് പറയുന്നത് ജ്യേഷ്ഠ? സ്വന്തം അനുജത്തി മൂക്കറുക്കപ്പെട്ട് നിൽക്കുകയാണ്, നിങ്ങൾ രാമനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു. ഞാനൊരു പദ്ധതി പറയാം, കേൾക്കൂ. രാമന്റെ പത്നി സീത അതീവ സുന്ദരിയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും സീതയെ നിങ്ങളുടേതാക്കുക, എങ്കിൽ എനിക്കും രാമനെ കിട്ടും. വീണ്ടും രാവണൻ മാരീചനെ കാണുന്നു. അവിടുന്ന് എന്നോട് ക്ഷമിച്ചാലും എനിക്ക് രാമനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഒരിക്കൽ രാമൻ എന്നെ കൊല്ലാതെ വെറുതെ വിട്ടതാണ്. ഇനിയും മരണം ഇരന്നു വാങ്ങിക്കുവാൻ ഞാനില്ല. നീ ഇത് ചെയ്തില്ല എങ്കിൽ ഞാൻ ആയിരിക്കും നിന്നെ കൊല്ലുന്നത്. രാവണന്റെ കൈകളാൽ മരിക്കുന്നതിലും നല്ലത് രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ്. അതിനാൽ മാരീചൻ സമ്മതിക്കുന്നു. അവിടെ നോക്കൂ, ആ മാൻ എത്ര ഭംഗിയുള്ളതാണ്. സ്വാമി, എനിക്ക് ആ മാനിനെ വേണം, പിടിച്ചു തരുമോ? തീർച്ചയായും സീതേ. ലക്ഷ്മണ, നീ സീതയെ നോക്കിക്കൊള്ളൂ. ഞാൻ ആ സ്വർണമാനിനെ പിടിച്ചുകൊണ്ടുവരാം. സീതേ, ലക്ഷ്മണ! എന്റെ സ്വാമി എന്തോ ആപത്തിൽ പെട്ടിരിക്കുന്നു. പോകൂ, ഉടനെ ചെന്ന് എന്റെ സ്വാമിയെ രക്ഷിക്കൂ ലക്ഷ്മണ. ഭയപ്പെടരുത്, ഇത് തീർച്ചയായും ജ്യേഷ്ഠന്റെ ശബ്ദമല്ല. ലക്ഷ്മണ, എന്റെ സ്വാമി അവിടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. നീയോ എനിക്ക് വിശദീകരണം തന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ചെന്ന് എന്റെ സ്വാമിയെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ നശിപ്പിക്കും. ക്ഷമിക്കണം, ഇതാ ഇപ്പോൾ തന്നെ പുറപ്പെടാം. എന്നാൽ ഞാൻ വരയ്ക്കുന്ന ഈ രേഖ കടന്ന് ഒരിക്കലും ഭവതി പോകരുത്.